സുസ്മി എങ്ങോട്ടാ പോന്നേ? ശ്രീനഗറോ? അവിടെ പോയിട്ട് എന്ത് പരിപാടി? നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ട് എത്തി. ഇവിടുന്ന് ടെർമിനൽ 2 തപ്പി നടക്കുക. അവിടുന്ന് ഡൽഹി ശ്രീനഗർ ഫ്ലൈറ്റ്. ലെറ്റ്സ് ഗോ. വേറൊരു പ്ലേറ്റ് നൈസ് അല്ലേ? അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹിമാലയമാണ്. നമ്മൾ ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഹിമാലയമൊക്കെ ഇങ്ങനെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. നമ്മൾ അതിൻ്റെ ശ്രീനഗർ അടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശ്രീനഗറിലേക്ക് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഷാഡോ നിങ്ങൾക്ക് താഴെ കാണാം. നമ്മൾ ശ്രീനഗറിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. തണുത്തിട്ട് വയ്യ. സോ കാശ്മീരിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. സോ അപ്പോൾ ഇവിടെ അടുത്തൊരു മാർക്കറ്റുണ്ട്. അവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കാശ്മീരി സ്പെഷ്യൽ ഡിഷുണ്ട്. അത് കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വാസവൻ ക്വാർട്ടർ. കാശ്മീരിലെ വാസവൻ ക്വാർട്ടറാണ്. മുഗൾ ദർബാറിൻ്റെ എന്തൊക്കെയോ പേര് പറഞ്ഞു. മട്ടൻ്റെ കുറേ സാധനമുണ്ട്, പള്ളിയുടെ കുറേ സാധനമുണ്ട്, മട്ടൻ്റെ എന്തോ ഭാഗമുണ്ട്, വേറെന്തോ സാധനമുണ്ട്, വേറെന്തോ സാധനം. ഇതൊന്നും പേരെനിക്ക് മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ വാസവൻ. സോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ശ്രീനഗറിലെ ഡാൽ ലേക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ദാൽ തടാകം. അവിടെ ചെറിയ ഷിക്കാർ ഒരു റൈഡിനാണ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിക്കാർ റൈഡിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ. ഷിക്കാർ റൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കയറാൻ എനിക്ക് ഇച്ചിരി പാടാണ്. ഈ വള്ളവും വളരെ ടൈനി ആയിട്ടുള്ള ഒരു ഷിക്കാർ വെള്ളത്തിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ കയറണം. അങ്ങനെ ഞങ്ങൾ ഷിക്കാറിൽ ഡാൽ ലേക്കിന് കുറുകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ സുസ്മിയുടെ ഡാഡിയും മമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ഈ ലേക്കിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ അതിലൊരാൾ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നു കാശ്മീരി ചായയൊക്കെ. അങ്ങനെ കാശ്മീരി കാവ നമ്മൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ പുള്ളി കാശ്മീരി കാവ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഹോട്ട് ഡ്രിങ്ക് ആണിത്. ഇവിടെ വന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ആദ്യമായിട്ട് കുടിക്കാൻ പോകുന്നു. നോക്കാം. ഫോൺ പോയി ഫോക്കസ് അപ്പോൾ ഒരു എക്സ്പ്രഷൻ എടുക്കണം കേട്ടോ. കൊള്ളാമോ? കുഴപ്പമില്ലല്ലോ. മഞ്ഞപ്പൊടിയാണ്. അങ്ങനെ ഡാലേക്കിൽ നിന്ന് കാവയും ഒക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് ശ്രീനഗറിലെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിനി നേരെ ഇവിടുത്തെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങൾക്കുള്ളൊരു ഹോട്ടലാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, ശ്രീനഗറിലെ ഹോട്ടൽ റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പട്ടാളക്കാരെ കാണാം കേട്ടോ. ഇവിടെ ഫുൾ പ്രൊട്ടക്ഷനാണ്. ഗുഡ് മോർണിംഗ് കേസ്. അങ്ങനെ നമ്മൾ ഇന്നലെ റൂമിൽ സെറ്റിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതേ തിരിച്ച് നമ്മൾ ഗുൽമാർഗിലേക്ക് പോകാനാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇതാണ് രാവിലത്തെ ഒരു കാഴ്ച. രാവിലെ ഫ്രോസണായിട്ട് കിടന്നതാണ് ഈ പുല്ലുകൾ. സൂക്ഷിച്ച് നോക്കിയറിയാം. ഷെയ്ഡ് ഉള്ളിടത്ത് മാത്രം ഇപ്പോൾ മഞ്ഞുണ്ട്. ബാക്കിയെല്ലാം കണ്ടോ ഉരുകി ഗ്രീനായി തുടങ്ങി. ഷെയ്ഡ് നിൽക്കുന്നിടത്ത് മാത്രം ഇപ്പോഴും മഞ്ഞ് ബാക്കിയുണ്ട്. വെയിൽ വന്നിടത്തല്ല അത് ഉരുകിപ്പോയി. പോലീസ് നിൽക്കുന്നുണ്ടോ? പോലീസല്ല, പട്ടാളം. പോയി. ഓക്കെ, ഞങ്ങളപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ കാശ്മീരിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. നമുക്ക് ഡ്രൈവർ ഇതുവരെ വന്നില്ല. നമ്മൾ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 9:30 ആയി. സുസ്മി എങ്ങനെയുണ്ട്?
എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ട്രിപ്പൊക്കെ കൊള്ളാൻ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. കേസ് അങ്ങനെ നമ്മൾ ഗുൽമാർഗിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. പോകുന്ന വഴിക്കേണ്ട പട്ടാളക്കാരുടെ വണ്ടികളൊക്കെ കാണാം. അപ്പം ഇന്ന് നമ്മുടെ ടാക്സി ആക്ച്വലി ചേഞ്ച് ചെയ്യും, അതുകൊണ്ടാണ് ടാക്സി വരാനായിട്ട് ലേറ്റ് ആയത്. പുതിയ ടാക്സിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ഗുൽമാർഗ് ഫേസ് 2-ൻ്റെ മലകളാണ് കാണുന്നത്. അപ്പം പുതിയ ഡ്രൈവർ വളരെ നൈസായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടേക്കാൻ പറഞ്ഞു. ഡ്രങ്ക് വാട്ടർഫോൾ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഡ്രങ്ക് വാട്ടർഫാളും കൂടെ കാണാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ ടാക്സി റെൻറ്റിനെടുക്കും. ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ദൂരമെങ്കിലും 2500 രൂപ അവർ നമ്മുടെ നിന്ന് ടാക്സി ചാർജായിട്ട് വാങ്ങിച്ചു. 4x4 സുമോയിലാണ് നമ്മൾ പോകുന്നത്. 4x4 വണ്ടി മാത്രമേ അങ്ങോട്ട് വിടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ചാർജ് ആയത്. പിന്നെ നമ്മുടെ എന്താ പറയുക, ആംഗിൾ കവർ ചെയ്യുന്ന ബൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് റെൻറ്റിനെടുത്തു. അതും നല്ല എമൗണ്ടായി. അപ്പം ബൂട്ട് ഗ്ലൗസ് ഒക്കെ നമ്മൾ റെൻറ്റിന് എടുക്കണമെങ്കിൽ മാത്രം എടുത്താൽ മതി, അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡ്രങ്ക് വാട്ടർഫോൾ. ഇപ്പം നമുക്ക് മഞ്ഞ് കുറയാതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഫുള്ള് വൈറ്റ് കളറായിട്ട് വളരെ ഭംഗിയാണെന്നാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഗുൽമാർഗിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഗുൽമാർഗിലേക്കുള്ള വഴിയിലാണ്. ഗുൽമാർഗ് പോകുമ്പോഴത്തേക്കും അവിടെ ലെവൽ 1, ലെവൽ 2 മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ കാറിലൊക്കെ കയറാനായിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഡ്രൈവർ പറയുന്നത് ഗുൽമാർഗിൽ നമുക്ക് അകത്തോട്ട് നമ്മുടെ വണ്ടി കയറ്റി വിടില്ല, അവിടെ ചെന്ന് ടാക്സി എടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഫൈനലി ഞങ്ങൾ ഗുൽമാർഗിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ടാക്സി എടുത്ത് അവിടെ നിന്ന് ബൂട്ടും സാധനങ്ങളൊക്കെ നമ്മൾ റെൻറ്റിനെടുക്കുകയാണ് ചെയ്യേണ്ടി വന്നത്. ടാക്സി റേറ്റ് ഭയങ്കര വലിയ എമൗണ്ട് ആയിരുന്നു. സോ ഫൈനലി നമ്മൾ ഗുൽമാർഗിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കാഴ്ചയൊക്കെ കാണാൻ വളരെ നല്ല രസമാണ്. പക്ഷേ 4x4 വണ്ടികൾ മാത്രമേ കയറ്റി വിടുമെന്നും പറഞ്ഞ് നമ്മുടെ ഒരു ടാക്സിയിലാണ് വന്നത്. സോ ഇവിടുത്തെ കാഴ്ച നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെളുത്ത മഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. സോ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ക്യൂവിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. സോ നമ്മളിവിടെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. എന്താണ് പരിപാടി? അമ്മ കാശ്മീരിൽ വന്നു, കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ ഇവിടെ നമ്മള് കേബിൾ കാറിൽ കയറാൻ നിൽക്കുകയല്ലേ? ക്യൂ നോക്കിയേ, മൊത്തം ഉടായ്പ്, സ്കാം ലോഡഡ്, സ്കാമീർ. കാശ്മീർ അല്ല, സ്കാമീർ. ഗുൽമാർഗ് ഫേസ് 1 കേബിൾ കാറിനോട് വന്നൊക്കെയാണ് ഗൊണ്ടോള. വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഈ ബൂട്ടും കാര്യങ്ങളൊക്കെ അവർ റെൻറ്റിന് എടുപ്പിക്കും. മുടിഞ്ഞ റേറ്റാണ്, ഗൈഡിന് മുടിഞ്ഞ റേറ്റാണ്. ഹെലികോപ്റ്റർ. സോ ഗൈഡിന് മുടിഞ്ഞ റേറ്റാണ്, ബൂട്ടിന് മുടിഞ്ഞ റേറ്റാണ്, ഗ്ലൗവിന് ജാക്കറ്റിന് മുടിഞ്ഞ റേറ്റാണ്. നമ്മൾ ജാക്കറ്റൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടാണ് വരുന്നത്. ഗ്ലൗസ് നമ്മൾ വാങ്ങിച്ചിട്ടായിരിക്കും വരുന്നത്. ബൂട്ട് നമ്മുടെ കാണും. ഇവിടെ വന്ന് റെൻറ്റിന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അതിനുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നോർമൽ ഷൂസ് ഇട്ട് തന്നെയാണ് നിന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇതിട്ടേ പറ്റുമെന്നും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഗൈഡ് വാങ്ങിപ്പിച്ചു. സോ ഗൈഡിനെ ഞാൻ പറഞ്ഞു വിട്ടു, 300 രൂപ കൊടുത്ത് പറഞ്ഞു വിട്ടു. കാരണം പുള്ളി പറഞ്ഞ 1200 രൂപ വേണമെന്ന് ഗൈഡിന്. 300 കൊടുത്ത് പറഞ്ഞു വിട്ടു. സോ എല്ലാവരും കാശ്മീർ വരുന്നതിന് അത് മാത്രം സൂക്ഷിക്കുക. ഓക്കെ, ബാക്കി ഇവിടെ കേബിൾ കാറിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യൂ നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ടിക്കറ്റ് കിട്ടില്ല എന്നൊക്കെ പറയും. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. നമ്മളിവിടെ ക്യൂ നിൽക്കുന്നതാണ്. നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ട്രെഡ്ജ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ റോഡിൽ കൂടെ നടന്നാണ് കേബിൾ കാറിന് അവിടെ വന്നത്. സ്ട്രെഡ്ജിനൊക്കെ 1200 രൂപ, 600 രൂപ അങ്ങനത്തെ റേഞ്ചിൽ അവർ ചോദിക്കുന്നത്. സോ എൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ ഒരു വാട്ടർഫാൾ ഉണ്ട്, വൃത്തിയിട്ടൊരു വാട്ടർഫാൾ, ഫ്രോസൺ വാട്ടർഫാൾ എന്ന് പറയും. അത് കണ്ടിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അവിടെ കൊണ്ടുപോയതിന് ടാക്സിക്കാർ മേടിച്ചത് 2700 രൂപയാണ്. ഒരു 3 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 6 or 7 കിലോമീറ്റേഴ്സേ ഉള്ളൂ. റോഡിന് വലിയ കുണ്ടും കുഴിയൊന്നുമില്ല, വീതി കുറഞ്ഞ റോഡാണെന്നേ ഉള്ളൂ. 2500 രൂപയാണ് അവർ വാങ്ങിച്ചത്. ഇറ്റ് ഈസ് എ സ്കാം. ഓക്കെ, കാശ്മീർ വരുന്നവർ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള സ്കാമുകളിൽ പെടരുത്. ഞങ്ങൾ ഒരെണ്ണത്തിൽ പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇനി പെടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ കേസ്, അപ്പോൾ ഹാപ്പി കാശ്മീർ ട്രിപ്പ്. ആരെങ്കിലും വരെ ഉദ്ദേശിച്ചുകൊണ്ട് വരിക, മാന്യമായിട്ട് വരിക, വേറെ ആരുടെയും ഡിപ്പെൻഡ് ചെയ്യാതെ നേരേക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മൾ താഴെ ഒരു ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ നിന്ന് അവസാനം ബിൽഡിങ്ങിനകത്ത് കയറിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ നിന്നാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറിയപ്പോഴേക്കും അതിനകത്ത് പിന്നെയും ഇങ്ങനെ പല നമ്മളെല്ലാം ചെറുകൂടൽ വൻകൂടൽ കിടക്കുന്ന പോലെ ക്യൂ ബിൽഡിങ്ങിനകത്ത്. അതൊരു 1.5 മണിക്കൂർ നിന്ന് ആ ക്യൂവും കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നിന്ന് കഴിച്ച് അടുത്ത ക്യൂവിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ മോളിൽ കയറി കേബിൾ കാർ കയറാറായി എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറി മോളിൽ വന്നപ്പോഴേക്കും പ്രഭു ക്യാ ഹുവാ കേട്ടോ, ഫുള്ള് ഇൻസാൻ ഹെ, ക്യൂ ബഹുത്ത് ബഡാ ക്യൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കേബിൾ കാറിനകത്ത് കയറി ഗെയ്സ്. ഏകദേശം 2.5 മണിക്കൂർ നിന്നിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അച്ചീവ്മെന്റ് ആണ് കേബിൾ കാർ എന്ന് പറയുന്നത്. പക്ഷേ ക്യൂ ഇഷ്ടപ്പെട്ടില്ല.
അങ്ങനെ നമ്മൾ ഗുൽമാർഗ് ഫേസ് 1-ൻ്റെ മുകളിലേക്ക് പോവുകയാണ്. ഫേസ് 1 എന്ന് പറയുന്നത് നമ്മൾ കേബിൾ കാർ ചെന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ സ്കേറ്റിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഒരുപാട് പേരെ നമുക്ക് കാണാം താഴെ കൂടെ ഇങ്ങനെ സ്കേറ്റ് താഴേക്ക് പോകുന്നത് കാണാം. ഇവിടെ മേളിൽ ചെന്നിട്ട് മേളിൽ നിന്ന് താഴേക്ക് അവർ സ്കേറ്റ് ചെയ്ത് പോകും. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മുകളിലുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് ലേറ്റായിപ്പോയി, സന്ധ്യയാവാറായി. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ചെന്നിട്ട് നമുക്ക് നിൽക്കാൻ ടൈമില്ല. നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ തിരിച്ചിങ്ങി വരികയാണ്. അപ്പോൾ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്ലെഡ്ജ് വലിച്ചുകൊണ്ട് വരുന്ന റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ സ്കീയിങ് ചെയ്യുന്നവരും ഈ പറയുന്ന പോലെ സ്ലെഡ്ജ് വലിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം നമുക്ക് ഈ കേബിൾ കാറിൽ പോകുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. അവരിങ്ങനെ താഴേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇപ്പം സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അത് ഫിനിഷായി തുടങ്ങിയ ടൈമാണ്. ഓക്കെ, നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പം ഞാനും വൈഫും പിന്നെ അവളുടെ ഡാഡിയും മമ്മിയും കൂടെ ഈ കേബിൾ കാറിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ തിരിച്ച് വരാനുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള മൊമെൻറ്റ്സ് ഞങ്ങൾ എൻജോയ് ചെയ്ത് ക്യാബിനകത്ത് ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഗുൽമാർഗ് ഫേസ് 1 കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഐ സ്നോ സോ ലോട്ട് ഓഫ് സ്കാംസ് ഹിയർ. അങ്ങനെ ഞങ്ങൾ ഗുൽമാർഗിൽ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഫാക്ടറി, നമ്മുടെ ഈ വൂള് വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. സോ പുള്ളി ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. They leave for their homes because they have to go to the different villages living around. No, it's okay. You can take photos, no problem. സോ ഈ ഫാക്ടറിക്കകത്ത് ഇങ്ങനെ ഒരുപാട് മ്യൂസിയം പോലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ പഴയ ചർക്ക പോലത്തെ ഐറ്റംസ് ഉണ്ട്, നമ്മുടെ നെയ്ത്ത് മെഷീനും കാര്യങ്ങളുണ്ട്, കുറേ ആൻറ്റിക്സും കളക്ഷൻസും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെയാണ് അവർ ഇവിടെ ഇരുന്നാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തൊരു ചെറിയ ഓൾഡ് മോഡൽ ഹീറ്ററൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അകത്ത് നമ്മൾ വിറക് കത്തിച്ചുള്ള ഹീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നെയ്ത്ത് മെഷീനാണ്. ഇതാണ് ഹീറ്റർ, കണ്ടില്ലേ? ഇത് നമ്മുടെ ജോലിക്കാർക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീറ്ററാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇതിലേക്കൂടെ നമ്മൾ വിറകിട്ട് കത്തിക്കും. അതാണ് വലിയ അതെല്ലാം ഇങ്ങനെ കാണിച്ചതാണ്. ഓക്കെ, This is here another type of shawl, which woven exactly like you wear in South India. The Kanchivaram sari, similar type of technique is woven. That is also shawl making, and the material used in this is pashmina, the most fine wool that we obtain from Himalayan goats. These Himalaya come out, and it comes to us in this shape. Then we spin it on hand wheels. Our family ladies, they spin it on hand പുള്ളി wheels. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ അവിടെ നിന്ന് 1-2 ഐറ്റംസ് വാങ്ങിയിരുന്നു, ഷോളൊക്കെ വാങ്ങിയിരുന്നു. And same yarn. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കേട്ടു. സാധനം വാങ്ങി ഞങ്ങളിവിടുന്ന് നേരെ ഹോട്ടലിലേക്കാണ് വിട്ടത്. ഹലോ, ഇപ്പോൾ രാത്രി 8 മണിയായി. 3 ഡിഗ്രി തണുപ്പാണ്, സഹിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഗോൾഡൻ ലീഫ് ഹോട്ടലിലെ ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, മട്ടൻ്റെയൊക്കെ മട്ടൺ സൂപ്പ് ആൻഡ് വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി, അടിപൊളി ഫുഡായിരുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞു, ഇന്നത്തെ ഡേ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഭയങ്കര ടയേർഡാണ്, ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.